അപ്പോ പള്ളുരുത്തി സ്കൂളിനെതിരെ തിട്ടൂരമിറക്കിയ മന്ത്രി ശിവൻകുട്ടി ഏതാണ്ട് കുടുങ്ങും എന്നുറപ്പായി. ഒപ്പം ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ചവരും കുടുങ്ങും. നമസ്കാരം. അപ്പോ ഹിജാബ് തന്നെയാണ് വിഷയം. പക്ഷേ ഈ വിഷയത്തിന് ഇന്ന് മറ്റൊരു മാനം കൈവന്നിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ വികാരപരമായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്ന, പകരം നിയമമാണ് ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ആദ്യമേ തന്നെ പറയാം, ആ ഒരു ചെറിയ കുട്ടിയെ ക്രൂശിക്കുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. പകരം ഈ കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കേരള സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നെടുത്ത ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിയമപരമാണോ, അതുപോലെ തന്നെ ശരിയാണോ, പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നതിൽ വ്യക്തി സ്വാതന്ത്ര്യമാണോ അതോ ഒരു സ്ഥാപനത്തിന്റെ അവകാശമാണോ മേളിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ഈ വർഗീയവാദികൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നമുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ആ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ അവരോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊച്ചുകുട്ടികളെയാണോ ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ SDPI ആണെന്നുണ്ടെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും അതിലെല്ലാം വനിതാ അഡ്വക്കേറ്റുമാരുണ്ടാവുമല്ലോ. ഈ വനിതാ അഡ്വക്കേറ്റുമാര് കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ഈ ഹിജാബും പർദ്ദയും അല്ലെങ്കിൽ ബുർഖയോ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഹൈക്കോടതിയിൽ വാദിക്കാൻ വരുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അതായത് മുതിർന്നവരായിക്കോട്ടെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ശിവൻകുട്ടി എടുത്ത നിലപാടുകളാണ്. അതായത് ശിവൻകുട്ടിയുടെ നിലപാട് എന്ന് പറയുന്ന ആദ്യത്തെ തെറ്റ് അദ്ദേഹത്തിന്റെ, സർക്കാർ ഇതിനു മുൻപ് ഇതേപോലെ തന്നെ ഒരു വിഷയം വന്നപ്പോ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരുന്നു. അന്ന് ഹിജാബ് വേണ്ട, യൂണിഫോം ആണ് പ്രധാനം എന്നുള്ള നിലപാടാണ് സർക്കാർ എടുത്തത്. ഈ ഒരു വിഷയത്തിൽ ശിവൻകുട്ടി എടുത്ത നിലപാട് അതിന് ഘടകവിരുദ്ധമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവിടെ തന്നെ സർക്കാരിന് നിലപാടുകളിൽ വ്യത്യാസം വന്നു എന്നുള്ള ഒരു കാര്യം, അത് വോട്ട് അടുത്ത് വന്നതുകൊണ്ടായിരിക്കാം. ഇതുപോലെയുള്ള ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെയുള്ളത് അവരുടെ അജണ്ടയാണല്ലോ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കയറിയിറങ്ങി ഞെരങ്ങി നടക്കുക എന്ന് പറയുന്നതും വോട്ടിന് വേണ്ടി, അങ്ങനെ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നതാണല്ലോ കേരളത്തിലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പള്ളുരുത്തി സ്കൂളില് അവര് കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അതായത് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹൈക്കോടതി എന്ന് പറയുന്നത് രൂക്ഷമായിട്ട് വിമർശിച്ചു. സ്കൂളുകളിൽ വർഗീയവാദം കുത്തിത്തിരുകാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ആ കേസ് കോടതി പരിഗണിക്കും. അപ്പൊ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിന്റെ മേലെ കയറി ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ശിവൻകുട്ടി ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിന് കർക്കശമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അതായത് വിശദീകരണം തരണം, മാത്രമല്ല ഹിജാബ് ഇട്ട് വരാനാണ് ആ കുട്ടിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അതേ രീതിയിൽ തന്നെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള ഒരു സർക്കുലർ ഇറക്കി എന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ ഇന്ന് എന്തോ മാറ്റി പറഞ്ഞിരിക്കുന്നു, പത്രക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിശദീകരണം എന്ന് പറയുന്നത്. നേരത്തെ ഉള്ള ഒരു വിധി കൂടി ഹൈക്കോടതിയിലെ കേസിൽ ഇതുണ്ട്. അതായത് ഹൈക്കോടതി, അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതി, അതുപോലെ തന്നെ സുപ്രീം കോടതി എല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ CBSE സ്കൂളുകൾക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ചട്ടങ്ങളും നിയമങ്ങളും ഡിസൈൻ ചെയ്യാം, അത് നടപ്പിലാക്കാം, അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കുട്ടികൾക്കില്ല. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള യോജിച്ച സ്കൂളുകളിലേക്ക് TC വാങ്ങി പോകാം എന്നുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കുമ്പോൾ അതിനു മേലെയാണ് ശിവൻകുട്ടിയുടെ ഈ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതും കോടതിക്ക് മേലെ കയറി ശിവൻകുട്ടി കളിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തില് വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം അതാണ് ഏറ്റവും മുകളിൽ, സ്ഥാപനങ്ങളുടെ നിയമങ്ങളും സ്ഥാപനങ്ങളുടെ അവകാശങ്ങളും അല്ല എന്ന് ഇന്ന് ശിവൻകുട്ടി വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഹിജാബ് ഇട്ടാണ് ആ കുട്ടിക്ക് പ്രവേശിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അത് തന്നെ നടപ്പിലാക്കണം എന്നും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു നിയമം വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്നുള്ളതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനുശേഷവും കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് ഭരണഘടനയിൽ. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അവരുടേതായിട്ടുള്ള ചട്ടങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കാനുമുള്ള പൂർണ്ണ അവകാശം ഈ കോടതി അല്ലെങ്കിൽ ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അതിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ശിവൻകുട്ടിയുടെ ഈ തിട്ടൂരം എന്ന് പറയുന്നത് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് അത് പത്രക്കുറിപ്പായിട്ട് മാറി അടിയറവ് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇനി അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു നിലപാട് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും എടുത്ത സ്ഥിതിക്ക്
സർക്കാരിന് വേണമെങ്കിൽ ഹൈക്കോടതിക്ക് നോട്ടീസ് അയക്കാം, വിശദീകരണം തേടാം. അങ്ങനെ ചോദിച്ചാൽ ഹൈക്കോടതിയുടെ വിധിക്ക് മേലെ കയറി സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ശിവൻകുട്ടിയുടെ ഈ പത്രക്കുറിപ്പോ അല്ലെങ്കിൽ സർക്കുലറോ എന്ന് വ്യക്തമായാൽ ഉറപ്പായിട്ടും ശിവൻകുട്ടി രാജിവെക്കേണ്ടി വരും. കാരണം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്, അതായത് സത്യപ്രതിജ്ഞാ ലംഘനം എന്നുള്ളത് കൂടി അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തൊരു കേസ്, ഇന്നലെ ഒത്തുതീർപ്പായ ഒരു കേസാണല്ലോ ഇത്. അതായത് കുട്ടിയുടെ രക്ഷിതാക്കള് സ്കൂൾ യൂണിഫോം ഇട്ട് തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരാം എന്ന് പറഞ്ഞതിന് ശേഷവും ഈ കടുത്ത നിലപാടിൽ തന്നെ, അതായത് വർഗീയവാദികൾക്ക് കുടപിടിക്കുന്ന ആ ഒരു നിലപാട് തന്നെ, അതായത് ഹിജാബ് ധരിച്ച് വരാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ അതിന് അനുവദിക്കണം എന്നുള്ള ഒരു നിലപാടിൽ ശിവൻകുട്ടി നിന്നു. അതിനുശേഷം ഇന്ന് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ആ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞങ്ങൾ തയ്യാറായിരുന്നതാണ്, പക്ഷേ ശിവൻകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി വീണ്ടും ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു മറുപടിയാണ്. അതായത് ഉറങ്ങിക്കഴിഞ്ഞവനെ വീണ്ടും ഉണർത്തി അവിടെ കലാപ ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ വിഷയമല്ല, മതപരമായിട്ടുള്ള വിഷയമാണ്. അവിടെ മതേതരത്വം നിലനിർത്തുക എന്നുള്ളതാണ് ആവശ്യം. അതിന് പകരം ഒത്തുതീർപ്പായ ഒരു കേസിൽ വീണ്ടും കോലിട്ടിളക്കി കുത്തി കലാപാഹ്വാനമാണ് ഈ ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ശിവൻകുട്ടിയുടേത്. അപ്പോ ശിവൻകുട്ടിക്കെതിരെ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ, അതായത് ഒത്തുതീർപ്പായ സംഭവം വഷളാക്കാൻ വീണ്ടും ശ്രമിച്ചു എന്നുള്ള ആ ഒരു വിഷയത്തിൽ പരാതി കൊടുത്താൽ വീണ്ടും ശിവൻകുട്ടി കുടുങ്ങും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്കൂളിലേക്ക് ഒരു കൂട്ടം വർഗീയവാദികൾ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആ വീഡിയോ അവര് തന്നെ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ വ്യക്തമാണ് അവരുടെ അജണ്ട എന്തായിരുന്നു എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തില് ആ ഒരു PTA പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ കുട്ടി മൂന്നാമത്തെ സ്കൂളായിട്ടാണ് ഇത് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ആദ്യം ആ കുട്ടി പഠിച്ചിരുന്നത് മുജാഹിദീൻ സ്കൂളിലാണ്. അവിടെ അവർക്ക് ഹിജാബ് ധരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മതനിയമങ്ങളെല്ലാം അവിടെ പാലിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമതായിട്ട് ആ കുട്ടി SDPYയുടെ ഒരു സ്കൂളിൽ, അതായത് SNDPയുടെ ഒരു സഹോദര സംഘടനയാണ് ഈ SDPY എന്ന് പറയുന്നത്. അപ്പോൾ ഈ SDPYയുടെ സ്കൂളിൽ ചേർന്നു. അവിടെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾ അന്വേഷിച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും കുട്ടി TC വാങ്ങി മൂന്നാമതായിട്ട് വന്ന സ്കൂളാണ് ഈ സെന്റ് റീത്താസ് എന്ന് പറയുന്ന സ്കൂള്. ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി. അപ്പോൾ അന്ന് ആ സ്കൂളിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിനെതിരെ ആരും രംഗത്ത് വന്നില്ല എന്നുള്ളതും ആ സംഘടന എന്ന് പറയുന്നത്, അതായത് SDPY എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് അന്ന് കട്ടയ്ക്ക് നിന്നു എന്നുള്ളതും ആ സമയത്ത് ശിവൻകുട്ടി പ്രത്യേകമായിട്ടുള്ള ഇതുപോലെയുള്ള സർക്കുലറുകൾ ഇറക്കിയില്ല എന്നുള്ളതും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതിനുശേഷം സെന്റ് റീത്താസിൽ എത്തിയപ്പോ ഈ ഒരു സംഭവം സർക്കാർ ഇടപെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ സർക്കാർ, അതായത് മന്ത്രി തന്നെ സർക്കുലർ ഇറക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോ അവിടെ നിരന്തരമായിട്ട് ഓരോ സ്കൂളുകളിലും മാറി മാറി പ്രവേശനം നേടിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത്, സംശയം തോന്നി ഒരു വ്യക്തി NIAക്ക് പരാതി കൊടുത്താൽ NIA ഇത് പരിശോധിക്കാൻ ബാധ്യസ്ഥരല്ലേ? കാരണം ഇവിടെ കൃത്യമായിട്ട് ഒരേ പ്രശ്നം, അതും മതവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് മതേതരം തകർക്കുന്ന ഒരു വിഷയം, അതാണ് എല്ലായിടത്തും ഉയർത്തുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോ അതിന് NIAക്ക് അന്വേഷിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേന്ദ്രം ഇടപെട്ടാൽ ശിവൻകുട്ടിയും ഈ വന്ന് പ്രശ്നമുണ്ടാക്കിയ, സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആ ഒരു വർഗീയവാദികളുടെ കൂട്ടവും പെടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.